എന്താ ഒരു കഷ്ടം നോക്കാം. ബസ് ഇറങ്ങിയിട്ട് അധികം നടക്കാനില്ല പറഞ്ഞിട്ടാണ് ഒരു ഓട്ടോ വിളിക്കാണ്ടായത്. ഇതിപ്പോ നടന്നിട്ട് നടന്നിട്ട് അങ്ങോട്ട് എത്ര മാത്രം കാണാനില്ല. സുഹൃത്താത്തില്ലേ അത്? സുഹൃത്താത്ത, ആ നിങ്ങൾ തന്നെയാണ് അല്ലേ? ഇങ്ങോട്ട് മകന്റെ അടുത്തേക്ക് വന്നതല്ലേ? ആ, അതെന്തായാലും നന്നായേ ഉള്ളൂന്നു. എത്ര കാലം പറഞ്ഞിട്ടാണ് ഈ വാശിയും വൈരാഗ്യമൊക്കെ മനസ്സിൽ വെച്ചും കൊണ്ട് നടക്കുക. നമുക്ക് നമ്മുടെ മക്കളുടെ സന്തോഷമല്ലേ വലുത്. അതുകൾ അവിടെ എന്ത് സന്തോഷത്തിൽ കഴിയണമെന്ന് അറിയോ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ തന്നെ നടക്കുള്ളൂന്നും. ഒരു പെൺകുട്ടിനെ തെരഞ്ഞും കൊണ്ട് നടന്നാലേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഞാൻ എന്റെ ചെക്കനക്ക് ഒരു കുട്ടിനെ തെരഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയെന്ന് അറിയോ? ഒന്നും തരായി വരുന്നേ ഇല്ലേ. ഞാൻ എന്നിട്ട് പറയുകയും ചെയ്യും, ഫാറൂഖിനെ പോലെ ഏതെങ്കിലും നല്ല പെൺകുട്ടികളെ കണ്ടു പറഞ്ഞാൽ പോയി പ്രേമിക്കടാന്ന്. ആ ചെക്കനക്ക് അതിനും സഹിക്കില്ലാന്നു. അല്ല, നിങ്ങളിപ്പോ എങ്ങനെ വന്ന്? ബസ് ഇറങ്ങിയിട്ട് ഇത്ര ദൂരം നടക്കുക ചെയ്ത്? ആ, നടക്കാനുള്ള ദൂരമുള്ളൂ പറഞ്ഞിട്ട് ഓട്ടോ ഒന്നും വിളിക്കാൻ നിന്നില്ല. ആ, ഒരു ഓട്ടോ വിളിച്ചതാണെങ്കിലേ 20 ഉറുപ്പ്യ കൊടുത്തു പറഞ്ഞാൽ അവന്റെ വീട്ടിന് മുമ്പിൽ കൊണ്ടേ ഇറക്കുമായിരുന്നു. നടക്കാനാണെങ്കിൽ ഇത്തിരി ഉണ്ടേ. ഇനിയിപ്പോ അതാ ഈ വളവ് കഴിഞ്ഞു പറഞ്ഞാൽ അതാ കാണുന്ന വീട് തന്നെ. ആ, ഇനി എന്തായാലും നിന്ന് സമയം കളയണ്ട, അങ്ങോട്ട് പോയിക്കോളി. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് തന്നെയല്ലേ പോവുള്ളൂ. ഞാൻ പണികളൊക്കെ ഒരുങ്ങിയിട്ട് അങ്ങോട്ട് വരാൻ പറ്റിയാല്. ആ, ആ, ശരി എന്നാ. ഓ, ഇതിപ്പോ ഇത്തിരി വലിയ വീടാണല്ലോ. എന്താ പീച്ചക്കനക്ക് ഇതിന്റെയൊക്കെ ആവശ്യം? മാസം മാസം ഇതിനൊക്കെ വാടക എങ്ങനെ എണ്ണി കൊടുക്കണ്ടേ? അവളെ എന്റെ മകനായിട്ട് നല്ലോണം മുതലാക്കുന്നുണ്ട്. ആ, അമ്മ വരി. അവനില്ല ഇവിടെ. ഇക്കതാ കടയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിക്കണേ. ഓ, ഉമ്മ വരുന്നു എന്ന് പറഞ്ഞപ്പോ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കേട്ടതാ. നീ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ, ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അവൻ പോയി വാങ്ങിട്ട് വരില്ലേ? ആ ഫാനൊന്നിട്ടാ. ഉമ്മ എന്നിരിക്കും, ഞാൻ ചായ വെച്ചിട്ട് വരാം. ഇപ്പൊ ഇത്തിരി മനുഷ്യക്കോലൊക്കെ വെച്ചിട്ടുണ്ട്. ആ, ഉമ്മ എത്തിയിട്ടോളേ. അതെ, എത്തിയാ? എന്നിട്ട് എന്താ പാട്? ഇക്ക എന്താ പറഞ്ഞ എൻ്റെ അടുത്ത്? ഉമ്മ കഴിഞ്ഞതൊക്കെ മറന്നിട്ട് നമ്മൾ രണ്ടാളും സ്വീകരിക്കാൻ വന്നതായിരിക്കുന്നു അല്ലേ? ഉമ്മാന്റെ വരവും മട്ടും ഭാവമൊക്കെ കണ്ടിട്ടേ നല്ലൊരു അംഗത്തിന് പുറപ്പെട്ട് വന്ന പോലെ എനിക്ക് തോന്നിയത്. ഏയ്, അതൊക്കെ നിന്റെ തോന്നലായിരിക്കുമെടി. ആവോ അറിയില്ല. നിങ്ങളൊന്ന് വേഗം വരി, എനിക്ക് ഉമ്മാനെ ഫേസ് ചെയ്യാൻ തന്നെ പേടിയാവുക. എന്താ അവള്? എൻ്റെ ഉമ്മ നിന്നെ പിടിച്ച് തിന്നൊന്നുമില്ലടി. നീയല്ലേ ഉമ്മാനെ 2 ദിവസം കഴിഞ്ഞിട്ട് വിട്ടാക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾ സാധനം വാങ്ങിയിട്ടൊന്ന് വേഗം വരാൻ നോക്കി. ആ, ഞാനിപ്പോൾ വരാം. ഞാൻ 1-2 സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ട്. ഉം ഇവളിവിടെ സകലമാന സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടല്ലോ. ഇതമ്മ ചായ. ഈ ബെഡ് ഇപ്പൊ വാങ്ങിയതാ? ആ, അതിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ വാങ്ങിയതാണ്. ഇനി അപ്പുറത്തെ റൂമിൽ ചെറിയൊരു കട്ടിലും കൂടി ഉണ്ട്, അതിക്കും കൂടി ഒരു ബെഡ് വാങ്ങണം പറയുന്നുണ്ട്. ആരെങ്കിലും വരുമ്പോ കടക്കാനേ. ആരാപ്പ ഇതിന് ഇവിടെ കടക്കാൻ വരുന്നു? എൻ്റെ ഉമ്മ 4 ദിവസം മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഒരു ദിവസം നിന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പോയത്. അപ്പൊ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോ കടക്കാൻ ഒരു ബെഡ് വേണ്ടേ പറഞ്ഞിട്ടൊക്കെ വാങ്ങണം പറഞ്ഞായിരുന്നു. പിന്നെ ഉമ്മാക്ക് 2 ദിവസം ഇവിടെ നിന്ന് നിൽക്കുകയൊക്കെ ചെയ്യാലോ. എന്തിനാപ്പത്? ഞാൻ ഇവിടെ വന്ന് നിന്നാ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? വരുന്നവർക്കും പോണവർക്കും ഓരോ സുഖ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് ഇവിടെ തന്നെ കൂടാൻ തോന്നിയാലേ ആ ചകനക്ക് അതിൻ്റെയൊക്കെ പാട്. ഇതുവരെ കാണാത്ത ഓരോ സൗകര്യങ്ങൾ കാണുമ്പോൾ ഇവിടെ തന്നെ നിൽക്കാനും തോന്നും. പറയാൻ പറ്റില്ല. അത് ഇതെന്താ അത്? ചായ അതോ വാട്ടവെള്ളോ? നീ അവനക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുക്കല്? ഇക്കതുവരെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും പറ്റാത്ത ചെക്കനായിരുന്നു. എന്താ കാട്ടുന്നത്? ഗതികേടും കൊണ്ട് കുടിക്കായിരിക്കും. ആദ്യം കെട്ടിയ ആണുങ്ങൾക്ക് നേരെ വേണം വെച്ചുണ്ടാക്കി കൊടുക്കാൻ പഠിക്കും. അല്ലാണ്ട് കയ്യും കലാശും കാണിച്ച് വളയ്ക്കാൻ മാത്രം പഠിച്ചാൽ പോരാ. എനിക്കൊന്നും വേണ്ട നിന്റെ ചായ. നീ എന്നെ എടുത്ത് കുടിച്ചോ. ഒരു ചായ വെച്ച കോലവും. എല്ലാ ഏനമാനങ്ങളും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അല്ലേ? ആ വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കാൻ അറിയോ നിനക്ക്? അല്ല, നിന്റെ വീട്ടിൽ ഇങ്ങനെയുള്ളതിലൊന്നും പെരുമാറിയിട്ടുള്ള ശീലമില്ലല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. ഇതൊക്കെ മാസം അടവിന് എടുത്തതായിരിക്കും അല്ലേ? ഇതൊക്കെ എങ്ങനെ അടയ്ക്കണത്? അപ്പുറത്തും ഇപ്പുറത്തും വീട്ടിലൊക്കെ കണ്ടിട്ട് ഓരോന്ന് വാങ്ങിക്കൂട്ടിയിട്ടേ ഒക്കെ അടയ്ക്കാനും സഹായിക്കണം. ഇതൊക്കെ ഈ ആച്ചക്കൻ്റെ കയ്യിൽ കിട്ടിയിട്ട് വേണ്ടേ? രാവിലെ എന്താ അവനക്ക് ഉണ്ടാക്കി കൊടുത്ത്? ഇന്ന് ഇഡ്ഡലിയാ ഉണ്ടാക്കിയത്. ഇഡ്ഡലിയാ? അതിലും എളുപ്പപ്പണി നോക്കിയില്ലേ?
ആ ചെക്കനക്ക് പണ്ടും പിന്നെയും പറ്റില്ല ആ സാധനം. ഇപ്പൊ ഇന്ന് ഉണ്ടാക്കിയത് പോട്ടെ, ഇനി അരിയാട്ടം ഇടുമ്പളേ ദോശയ്ക്ക് തന്നെ അരച്ചാൽ മതി. നല്ല മൊരിഞ്ഞ ദോശയും അതിന്റെ കൂടെ കട്ടി ചട്നി ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ എന്ത് ഇഷ്ടാന്ന് അറിയാം എനിക്ക്. ആ നിന്നെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ശീലിച്ചതല്ലേ പാലിക്കുള്ളൂ. എന്തെങ്കിലുമൊക്കെ തിന്ന് വളർന്നവർക്കൊന്നും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ. നമ്മൾ അങ്ങനെയല്ല, തീറ്റ കാര്യത്തിലൊക്കെ നല്ലോ നോക്കും, അതിനൊന്നും ഒരു പിശുക്കും കാണിക്കില്ല. എന്നിട്ട് അവിടെ അയൽവക്കക്കാരൊക്കെ ഇങ്ങനെ പറയും, മക്കൾക്ക് ഇങ്ങനെ വിധം വിധം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ എന്ന്. അവനക്കിപ്പോ ഇതൊന്നും പറ്റിയിട്ടൊന്നും ആയിരിക്കില്ല തിന്നുണ്ടാകെ. എന്താ പറയുന്നത് കുറച്ച് മുണ്ടാണ്ടിരുന്ന് തിന്നേയിരിക്കും. എന്നാ നീ അത് കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ടോ അതൊട്ടില്ല അതിനും അല്ലേ. ആ സിങ്കിലുള്ള ചായപാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കി, ഇനി അത് ഈച്ചി ചേർത്തും കൊണ്ട് ഇരിക്കണ്ട. ഇത്തിരി വൃത്തിയും വെടുപ്പിലൊക്കെ ചെയ്യട്ടാ. ആ സിങ്കിലൊക്കെ നിന്ന് കഴുകാൻ പഠിച്ചാ. ഇന്നലത്തെ വരെ വീടിന്റെ പുറത്ത് ഒരു ചാക്കും വിരിച്ച് അതിൽ കഴുകാനുള്ള പാത്രമൊക്കെയും കൊണ്ടേ ഇട്ട് തേവി തേവി കഴുകിയ ആൾക്കാരല്ല അത്രയും സൗകര്യത്തിൽ ഇവിടെ നിന്ന് കഴുകണ് നോക്കുക ഞാനേ. എന്താ ഭാഗ്യം വന്ന വരവേ. ലോട്ടറി അടിച്ച പോലെയല്ലേ ഓരോരുത്തർക്ക് ഓരോ ഭാഗ്യം വരുന്നു. കഴുക് കഴുക്. അസ്മാ, അസ്മോയ്. ആ നിങ്ങൾ വന്നാ. ഞാൻ ഈ കൂട്ടാനും കൂടി താളിച്ചു വെച്ചിട്ട് അങ്ങോട്ട് വരണം മട്ട് നിൽക്കായിരുന്നേ. ഇങ്ങോട്ട് ഉള്ളിക്ക് വരേ. ഉള്ളിക്കൊന്നും വരുന്നില്ലടി, ഞാൻ അതാ അവിടെ തന്നെ ഇരിക്കേ. നിങ്ങൾ ഇങ്ങോട്ട് ഉള്ളിക്ക് ഇരിക്കുന്നു, ഞാൻ ചായ വെള്ളം എന്തെങ്കിലുമൊക്കെ എടുക്കട്ടെ. ചായയും വെള്ളമൊന്നും വേണ്ടടി, നീ ഇവിടെ ഇത്തിരി നേരം ഇരുന്നാ ഉള്ള സമയം നമുക്ക് 4 വർത്താനം പറഞ്ഞിട്ട് ഇരിക്കുക. മരുമകള് വെച്ച് തന്നിട്ടുണ്ടാവില്ലേ ചായയും പലഹാരമൊക്കെ. ഓ തരുമൊക്കെ ചെയ്തൊരു കൂത്ത വെള്ളം, അതിൽ പൊടിയില്ല പാലും ഇല്ല. ചായയും കൂടി വെക്കാൻ അറിയാത്ത പെണ്ണുങ്ങൾ ഉണ്ടാകുമോ? ഇപ്പൊ ഉള്ള കുട്ടികൾക്കൊന്നും അതൊന്നും അറിയില്ലാന്നും. പെൺകുട്ടികളെ അടുക്കളപ്പണിയൊക്കെ പഠിപ്പിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞില്ലേ. ഇപ്പൊ ഉള്ള മക്കൾക്ക് ആണായാലും പെണ്ണായാലും ഉള്ളതിന് ജോലിയാക്കി കൊടുക്കാനല്ലേ വീട്ടുകാർ നോക്കണത്. ഇത് അതിന്റെ വീട്ടില് അടുക്കളപ്പണി ചെയ്തിട്ടുള്ള ശീലമൊന്നും ഉണ്ടായില്ലേ, അതായിരിക്കും. ആരടുത്ത് അസ്മ നീ ഇതൊക്കെ പറയണത്? അവൾ ഇത്രയും കാലം എങ്ങനെ കഴിഞ്ഞു പോകുന്നതെന്ന് നിനക്കറിയോ? അവളുടെ വീട് കിടക്കുന്ന കോലം കണ്ടിട്ടുണ്ട് നീ? എപ്പോഴാ തലമേലെ കൂടെ വീണ്ടും കേട്ടാ ഇരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ ഒന്ന് വെച്ച് കുടിക്കണമെങ്കിലേ അവൻ്റെ ഉമ്മ തൊഴിലുറപ്പിന് പോയിട്ട് വേണം. അങ്ങനത്തെ വീട്ടിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവള് ഇവിടെ വന്നിട്ട് വലിയ കമ്മ കാണിക്കാന്നെന്ന് പറഞ്ഞാൽ ആർക്കാ പറ്റിയ? അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമില്ലേന്നും. അപ്പൊ അതിലേക്ക് വലിയ തെറ്റൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞ ആഴ്ച അവളുടെ വീടിന് പാല് കാച്ചിലാന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് പോയായിരുന്നോ? പിന്നെ അതുമല്ല, ഇവൾക്കും ഇപ്പൊ ജോലിയും കാര്യങ്ങളൊക്കെ ആയില്ലേ. പാല് കാച്ചിലാ? ജോലിയാ? എന്തൊക്കെ നീ പറയണ്? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? ഞാനും വിചാരിച്ചു ഇപ്പൊ 7-8 മാസമായിട്ട് ഇങ്ങനെ ഒരു മകനും വേണ്ട മരുമകളും വേണ്ട പറഞ്ഞ് കൂടെ നടന്നിട്ട് എന്താ ഇങ്ങനെ പെട്ടെന്ന് ഓടിപ്പിടിച്ച് വന്നിക്കണേന്നേ. ഇതൊക്കെ അറിഞ്ഞിട്ടുള്ള വരവായിരിക്കുന്നല്ലേ ഞാൻ വിചാരിച്ച്. നീ ഒന്ന് തെളിച്ച് പറഞ്ഞാ എനിക്കൊന്നും മനസ്സിലാവണില്ല. നിങ്ങൾ വിചാരിക്കും പോലെ നിങ്ങളുടെ മരുമകളും വീട്ടുകാരും പണ്ട് കഴിഞ്ഞ പോലെ ഇപ്പോഴും കുഴിപ്പെട്ട് കഴിയുമെന്നല്ല. അവളുടെ ഒരു ആങ്ങളുണ്ടായിരുന്നില്ലേ? ഏത്? ആ പലചരക്ക് കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ചെക്കനാ? അവനെന്നെ. അവനിപ്പോഴും ആ പലചരക്ക് കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ നിൽക്കുമെന്നല്ല. അവനൊക്കെ ഗൾഫിൽ പോയിട്ട് നല്ല കാശുണ്ടാക്കാൻ തുടങ്ങി. അവനിക്ക് ഈ കടയിൽ നിന്നിട്ട് കിട്ടണത് കൊണ്ടൊന്നും ഒന്നിനും തികയില്ല പറഞ്ഞിട്ടേ 1000 രൂപ കെയർ ഓഫിൽ ഗൾഫിക്ക് പോയതാ അത്ര വിസിറ്റിംഗ് വിസയ്ക്ക്. അവിടെ പോയിട്ട് ഏതോ ഒരു അറബിനെ കണ്ട് പരിചയപ്പെട്ട് അയാളുടെ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയത്രേ. ആ അറബിനെ ശരിയാക്കി കൊടുത്തതാത്രേ. ചെക്കന് നല്ല മനുഷ്യൻ പറ്റുള്ള ചെക്കനാട്ടോളി. നിങ്ങളുടെ മരുമകളെ പോലെ തന്നെ ആൾക്കാരനെ കണ്ട് വർത്താനം പറയാനും പെരുമാറാനും ഒക്കെ നല്ലൊരു ഇതുണ്ട്. ഞാൻ എപ്പോഴും സാധനങ്ങൾ വാങ്ങാൻ അവൻ നിൽക്കുന്ന കടയിൽ തന്നെ പോവുകയെ. അപ്പൊ കണ്ടിട്ട് ഇങ്ങനെ വർത്താനം പറയുക എൻ്റെ അടുത്തും. എന്തായാലും അവൻ രക്ഷപ്പെട്ടു. ഇപ്പൊ ചെക്കനെ 10-75 ഉറുപ്പ്യ 80 ഉറുപ്പ്യന്റെ അടുത്തൊക്കെ ശമ്പളം വാങ്ങുന്നുണ്ട് ഇത്ര മാസം. അവൻ പോയി ഒരു 3-4 മാസം കഴിഞ്ഞതേ അവൻ്റെ ആ പഴയ വീടില്ലേന്നും അതൊക്കെ പുതുക്കി പണിതു. പിന്നെ ഇവൾക്കും അവനെയും കൂടി നല്ല സഹായത്തോളേ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ വാങ്ങിക്കൊടുത്തിക്കണു. അപ്പൊ അതൊന്നും അടവിനല്ലേ? അടവിനാ? ആരാ പറഞ്ഞ്? ഞാൻ അതൊന്നും വെറുതെ പറഞ്ഞതല്ല, ഒക്കെ നിങ്ങളുടെ മരുമകൾ വന്നിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ അവളായിട്ട് നല്ല കൂട്ടാണ്, നല്ലൊരു കുട്ടിയാട്ടോള്. ഞാൻ എന്തൊരു ആവശ്യത്തിന് പോയാലും ഇല്ല വട്ടം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടേ ഇല്ല. ഇപ്പൊ കുറച്ചായിട്ട് അവളെ കാണലേ ഇല്ലേ. അവള് ജോലിക്ക് പോകുകയല്ലേ. എന്ത് ജോലിക്ക് പോണ അവള്? അത് ശരി. അപ്പൊ ഒന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ലേ? അപ്പൊ ഇത്ര നേരം മരുമകളായിട്ട് എന്ത് വിശേഷം പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നത്? അവള് PSC എക്സാം ഒക്കെ എഴുതുന്നുണ്ടായിരുന്നോ? അപ്പൊ അതിലിപ്പോ ഈ അടുത്ത് ജോലി കിട്ടിയിട്ടുണ്ട്. എന്തോ ബാങ്കിൽ ക്ലർക്കോ എന്തോ ആയിട്ട് ജോലി കിട്ടിയിട്ടുണ്ടല്ലോ, അതൊന്നും പറഞ്ഞില്ല അവള്? എന്തായാലും നേരാവട്ടെ പാവങ്ങള്. കുറെ കാലം കഷ്ടപ്പെട്ടതല്ലേ. അപ്പൊ പഠിച്ച ഒരു വഴി കാണിച്ചു കൊടുത്തതായിരിക്കുവേ. എന്തായാലും നിങ്ങളുടെ മകനക്ക് ഭാഗ്യമുണ്ട്. ശരി എന്നാ ഞാൻ പോട്ടെ, ഇനി ഇരുന്നാ ശരിയാവില്ല. ഇനി മകന്റെ അടുത്തേക്ക് വരുമ്പോഴേ ഇടയ്ക്കൊക്കെ ഒന്നും ഇങ്ങടും വരി. ആ അമ്മ വന്നാ?
ഞാൻ ചോറും വിളമ്പി വെച്ചിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അസ്മത്താത്താൻ്റെ വർത്താനം പറഞ്ഞ അങ്ങനെ ഇരുന്നിട്ടുണ്ടാവൂല്ലേ? ആ, എന്നാ വരി നമുക്ക് കഴിക്കുക. അവനോ? ഇക്ക എത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നേ. ഉമ്മാനെ കാണണ്ടായപ്പോ കഴിച്ചിട്ട് ഇപ്പൊ വരാ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയിരിക്കണോ? അതെ. എന്താ ഇപ്പൊ ഇമ്മക്ക് പറ്റിയത്? അസ്മത്താത്തന്നെ എല്ലാം പറഞ്ഞു കൊടുത്താണാവോ? എന്നാ വരി നമുക്ക് കഴിക്കുക. സമയം 2 മണിയായില്ലേ, വിശക്കണു. അമ്മക്ക് ഞാൻ ഉണ്ടാക്കിയതൊന്നും പറ്റിയിട്ടില്ല തോന്നണു അല്ലേ? കുറച്ചാണല്ലേ കഴിച്ചുള്ളൂ. പറ്റായൊന്നുമില്ല, ഒക്കെ നന്നായിട്ടുണ്ട്. പാത്രമൊക്കെ അവിടെ വെച്ചോളൂ, അതൊക്കെ ഞാൻ കഴുകാ. ആ, സംഭവം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ ഞാൻ പറഞ്ഞു കൂട്ടിയത്? എനിക്കെന്നെ ഓർമ്മയില്ല. അവളിനി അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് പെരുമാറുവാണാവോ? എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? ഉമ്മാക്ക് ഉച്ചയ്ക്ക് കിടക്കണ ശീലമുണ്ടെങ്കിൽ കുറച്ചു നേരം കിടന്നോളി. ആ, കിടക്കണ ശീലമൊക്കെ ഉണ്ട്. ഞാനത് അവിടെ കിടക്കാം. എന്തിനാ അങ്ങോട്ടൊക്കെ പോണു? ഇവിടെ കിടന്നോളി. അവിടെ അതിന് ബെഡൊന്നും ഇല്ല. ഉമ്മാക്ക് ബെഡ് ഇല്ലാണ്ട് കട്ടിൽ മാത്രം കിടന്നിട്ടുള്ള ശീലമൊന്നും ഉണ്ടാവില്ലല്ലോ. ഉമ്മാന്റെ ശീലങ്ങളൊന്നും ഇനി മാറ്റാൻ നിൽക്കൊന്നും വേണ്ട. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണികളുണ്ടേ. അതൊക്കെ കഴിഞ്ഞിട്ട് കിടക്കണം തോന്നി പറഞ്ഞാൽ ഞാൻ അവിടെ പോയി കിടക്കാം. എനിക്കതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ചെറുപ്പം മുതലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശീലിച്ചു വന്ന ആളാണ് ഞാനേ. ഇപ്പോഴല്ലേ ഇങ്ങനെയുള്ള സുഖ സൗകര്യങ്ങളൊക്കെ കാണാനും അനുഭവിക്കാനൊക്കെ തുടങ്ങിയത്. നമ്മ കടന്നോളി, ഞാൻ പോയി പണികൾ നോക്കട്ടെ. ആ, അസ്മതാത്ത പറയ്. എന്താ കാട്ടുന്നത്? തിരക്കിലാ? ആ, ഞാൻ എന്താ ചോറിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കായിരുന്നു. എന്താ വിളിച്ച്? എന്താ നിന്റെ അമ്മായിമാന്റെ പാട്? അവിടെ അടുത്തുണ്ടാ? ഞാൻ പറഞ്ഞത് മറ്റേ കേൾക്കുവോ? ഇല്ല, അമ്മ അത് അവിടെ ഉള്ളിലാണ്. ആ, അപ്പൊ വെറുതെ അല്ല അല്ലേ? ഞാനും വിചാരിച്ചു എന്താ ഇപ്പൊ ഈ ഉമ്മാക്ക് പറ്റിയത്? പോയ ആളല്ലല്ലോ ഇങ്ങോട്ട് തിരിച്ചു വന്നേന്നേ. അപ്പൊ ഇതാണ് കാര്യം അല്ലേ? അതെന്തായാലും നന്നായേ ഉള്ളൂ. ആൾക്ക് എന്തായാലും നല്ല മാറ്റം വന്നിട്ടുണ്ട്. നീ ഇനിയിപ്പോ അതൊന്നും മനസ്സിൽ വെക്കണ്ട കേട്ടോ. ഒക്കെ തള്ളാരല്ലേ, പോട്ടെ വീട്. നീ ഒരു പാവ പറഞ്ഞിട്ട് ഞാനൊക്കെ പറഞ്ഞു തന്നതാ. ആ, ശരി എന്നാ.